ഡോക്ടർ ആരിഫ്, എന്തായാലും സലീം മടവൂരിൻ്റെ പാകിസ്ഥാൻ സ്നേഹം അത് പെട്ടെന്ന് പുറത്ത് ചാടിയത് അത്ഭുതപ്പെടുത്തി. അല്ല, ഒരു കാരണവശാലും അല്ല ശ്രീ സലീം മടവൂർ, ഒരു കാരണവശാലും താങ്കൾ ഇമ്രാൻഖാനെ പോലുള്ള ഒരാളെ മതേതരൻ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. ഞാനതൊന്ന് പറയാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം, നമ്മളിവിടെ സംസാരിച്ചതിൽ സലീം മടവൂർ പറഞ്ഞതിൽ ഒരു ഭാഗം ഞാൻ അതിനോട് യോജിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയം നിലവിൽ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ അതിലാണ് നമുക്ക് അവിടെ ഒരു യോജിപ്പ് വരുന്നത്. ആ യോജിപ്പ് എന്താണ്? ആ യോജിപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഒരു കൃത്യമായ പങ്കുണ്ട്. ആ പങ്ക് ഇപ്പോൾ 1971 ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ടിട്ടുള്ള പങ്ക് ഉൾപ്പെടെ നമ്മളെടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു വഴി അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ വിഷയത്തെ ലോകങ്ങളുടെ മുന്നിൽ ഒരു പൊതു വിഷയമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവതരിപ്പിക്കാനുള്ള പ്രധാന പങ്ക് അത് ഇന്ത്യക്കുണ്ട്. അത് ഇന്ത്യയിൽ ഇന്ന് അത് ചെയ്യേണ്ടത് ആരാണ്? അത് ഇന്ന് ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ എത്രത്തോളം അവർ സക്സസ്ഫുൾ ആണ് എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നം. ഇത്ര നാളും ഇത് നീണ്ടുപോയിട്ടും ആ വിഷയം ഒരു ലോകസഭയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് 100-ൽ എത്ര മാർക്ക് കൊടുക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു 10 മാർക്കേ കൊടുക്കുള്ളൂ. അവിടെ ആ BJP ഗവൺമെന്റിന് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. എന്നാൽ ഇനിയും സമയം വൈകിട്ടില്ല, ഇനിയെങ്കിലും അത് ചെയ്യണം. അതോടൊപ്പമാണ് ഈ മിലിറ്ററി സപ്പോർട്ടും അതുപോലെ മറ്റ് ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ടൊക്കെ പിന്നാലെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു വിഷയം ഒരു ഡിപ്ലോമാറ്റിക് ഒരു വിഷയമായിട്ട് തന്നെ ഇതിനെ കണ്ട് അതിനെ എത്തിക്കുന്നിടത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഇനിയും സമയം വൈകിക്കാൻ പാടില്ല. ഇനി ഹ്യൂമാനിറ്റേറിയൻ സപ്പോർട്ടോ അതുപോലുള്ള കാര്യങ്ങൾ മിലിറ്ററിയൊക്കെ ഏറ്റവും അവസാനം വരുന്നതാണ്. അതിപ്പോൾ ഇന്ദിരാഗാന്ധി പോലും മിലിറ്ററി സപ്പോർട്ട് ഇല്ലേ ഇവിടെ? അതാ ഞാൻ പറഞ്ഞത്, അവരിലേക്ക് ഈ വിഷയം എത്തിക്കണം. ഇത് പ്രോപ്പറായിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയം ഇപ്പോൾ നമ്മളുടെ ഇവിടുന്ന് ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ലോയേഴ്സിനെ കൊന്നു തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇതൊരു പ്രധാന പ്രശ്നമാണ്. ഇത് നമ്മൾ ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ മാത്രം പോരാ ഇടപെടൽ എന്നുള്ളത് കൃത്യമായിട്ട് UN അറിയിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അട്രോസിറ്റീസ് അവിടെ നടക്കും. അതാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇമ്രാൻഖാനെ സെക്യുലറായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥയും പാകിസ്ഥാനിലെ വിഷയം അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുൽവാമ അറ്റാക്ക് ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ അതൊരു റോങ് കമ്പാരിസൺ ആണ്. അത് സലീം സാഹിബിനോട് ഞാനത് വിയോജിക്കുകയാണ്. കാരണം അത് തെറ്റാണ്. കാരണം എന്താണ്? ഒന്ന്, ഒരു ക്രോസ് ബോർഡർ ടെററിസം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിന് ഇന്ത്യ നടത്തിയ ഒരു മറുപടി എന്നോണം ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഈ അടുത്തും ഉണ്ടായിട്ടുണ്ട്, ബസ്സിലേക്കൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ സമയത്ത് അതിനെ എടുത്തു വെച്ചുകൊണ്ട് അതിൽ ഇന്ത്യ കൊടുത്ത മറുപടി പോലെ ഇതിൽ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിന്റെ ഒരു മയോപിക് കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ കണ്ടാൽ അത് ശരിയാവില്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇത് UN സഭകളിലടക്കം ഇത് ഉന്നയിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിനകത്ത് ശ്രമിക്കേണ്ട ഒരു വലിയ റോളാണ് ഇന്ത്യക്കുള്ളത്. അതാണ് ഇന്ന് ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. അതിനൊക്കെ ശേഷമാണ് യുദ്ധം. ഒരു നെടുനീളം യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തിയൊന്നും അല്ല ഇന്ത്യ എന്ന് ഞാൻ പറയാം. കാരണം എന്താണ്? ഏത് യുദ്ധം, അത് എത്ര വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് പറയുന്ന രാജ്യമായാലും ശരി, അത് നീണ്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടായാൽ അത് നമ്മളുടെ സ്വന്തം ജനതയെ തന്നെയാണ് അത് ബാധിക്കുക. അതിപ്പോൾ എല്ലാ മികച്ച രാജ്യങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യ അങ്ങനെ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകണം, കണ്ണുരുട്ടണം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കടന്നു കൈയാണെന്ന് ഞാൻ പറയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ഈ ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ഇമ്രാൻഖാന്റെ കാര്യം പറഞ്ഞല്ലോ. ഇമ്രാൻഖാൻ അവിടെ മതേതരനാണെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ത്യ ഒരു രാമരാജ്യം ആക്കണം എന്ന് പറയുന്ന മോദിയെ നിങ്ങൾ മതേതരൻ എന്ന് വിളിക്കാറില്ലല്ലോ. എന്നാൽ ഇവിടെ പാകിസ്ഥാൻ എന്താക്കണം എന്നാണ് നമ്മളുടെ ഇമ്രാൻഖാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാണോ മുഹമ്മദ് നബി അവിടെ ആ ഭരണം നടത്തിയിരുന്നത്, സമാനമായ രീതിയിൽ ഒരു ഭരണമാണ് അവിടെ നടത്തേണ്ടത് എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞുകൊണ്ട് നടന്നത്. റിയാസുദ്ദീനോ അങ്ങനെ കണ്ടാണ് അതിന്റെ പേര്. റിയാസത്തെ മദീന എന്നാണ് ആൾ വിളിച്ചിരുന്നത്. അപ്പൊ രാമരാജ്യം എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് മതേതരൻ എന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ ഒരു റിയാസത്തെ മദീനയായിട്ട് കാണണം എന്ന് പറയുന്ന ഒരു ഇമ്രാൻഖാനെ, അതായത് മുഹമ്മദ് നബി എങ്ങനെയാണോ, മുഹമ്മദിന്റെ ഭരണം എങ്ങനെയാണോ അതേപോലെ ഭരിക്കണം എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മതേതരൻ എന്ന് വിളിക്കാൻ പറ്റുക? അപ്പൊ നിങ്ങളതൊരു ഇരട്ടത്താപ്പല്ലേ, എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കണുള്ളൂ. ഇനി അതിനുശേഷം നിങ്ങൾ അമ്പലം പുതുക്കി പണിയാൻ ഫണ്ട് പാസ്സാക്കി എന്നൊക്കെ പറയുന്നത്, 100 കണക്കിന് അമ്പലം പൊളിക്കുമ്പോൾ ഒരു 5 എണ്ണം പണിയും. അത് ഇല്ലെങ്കിൽ രക്ഷയില്ല. കാരണം അവിടെ ഉണ്ടല്ലോ മൈനോറിറ്റി, അവരും ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ
ചില മുട്ടുശാന്തിക്ക് ഇതുപോലുള്ള ചില അമ്പലങ്ങളൊക്കെ പുതുക്കി പണിയാനൊക്കെ അവർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇമ്രാൻഖാൻ വലിയ ഫെയിലർ ആയിരുന്നു അവിടെ. കാരണം ഇമ്രാൻഖാന്റെ ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി നിയമങ്ങളുടെ അതിന്റെ ആ ഒരു നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള അക്രമങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ പൂട്ടാനുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കൊണ്ടെത്തിച്ചത് ഇമ്രാൻഖാന്റെ കാലഘട്ടത്തിലാണ്. അതുകൂടാതെ ആ മൈനോറിറ്റി റൈറ്റ്സ് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ വലിയ തോതിലുള്ള പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും ഇമ്രാൻഖാൻ പുറത്താക്കപ്പെടുന്നതിൽ അവിടുത്തെ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. അതിനകത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും BJP-കാരൻ പോയിട്ട് വോട്ട് ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന വാദങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതെയാവുകയുള്ളൂ. അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം അതിലേക്ക് ഇനിയെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നാണ് എനിക്ക് അവിടെ അവസാനമായിട്ട് പറയാനുള്ളത്. അല്ല, മറ്റൊന്നുമില്ല ശ്രീ ആരിഫ് ഹുസൈൻ, അങ്ങ് പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. കാരണം ഭാരതം UN ഉൾപ്പെടെ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഇടപെടേണ്ടുന്ന സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബംഗ്ലാദേശിലെ ഞാൻ നിലവാരമുള്ള ഒരു കാര്യത്തിനാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ദയവ് ചെയ്ത് മിണ്ടാതിരിക്കൂ. ഒന്നാമത്തെ കാര്യം, ബംഗ്ലാദേശിലെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇടയ്ക്ക് ഉയരും, വീണ്ടും താഴും, വീണ്ടും വരും. ഇപ്പം ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിട്ട് നവംബർ 27 അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3-4 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സെഡീഷൻ ഉൾപ്പെടെയുള്ള ചാർജസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളാണ്, 2-3 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലേക്ക് UN ഉൾപ്പെടെയുള്ള സ്റ്റേജസിലേക്ക് ആ വിഷയം തീർച്ചയായിട്ടും കൊണ്ടുവരുന്നത് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ 48 മണിക്കൂറോ 72 മണിക്കൂറോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെതായ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ബംഗ്ലാദേശിലെ സന്ധി സംഭാഷണത്തിൽ കാര്യമില്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് കടുത്ത നടപടികൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.